തിരുവമ്പാടിയിൽ KSEB വൈദ്യുതി വിച്ഛേദിച്ച സംഭവത്തിൽ വീട്ടിൽ കയറാതെ അജ്മലിന്റെ മാതാപിതാക്കൾ പ്രതിഷേധിക്കുകയാണ്. വീടിന് മുന്നിൽ ഇപ്പോൾ അവരുടെ പ്രതിഷേധം നടക്കുന്നു. വൈദ്യുതി പുനഃസ്ഥാപിക്കാതെ വീട്ടിലേക്ക് കയറില്ല എന്നുള്ള നിലപാടിലാണ് അജ്മലിന്റെ മാതാപിതാക്കൾ. രാഹുൽ സുരേഷ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. രാഹുൽ, പ്രതിഷേധം എങ്ങനെ? വിവരങ്ങൾ എന്താണ് രാഹുൽ? ടി.കെ, ഇന്നലെ നടന്ന പ്രതിഷേധത്തിനിടെയാണ് അജ്മലിന്റെ പിതാവ് കുഴഞ്ഞു വീണത്. തുടർന്ന് അദ്ദേഹം ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. അല്പം മുമ്പാണ് മാതാവും പിതാവും ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജായി വീട്ടിലേക്ക് എത്തിയിട്ടുള്ളത്. നിലവിൽ വീടിന്റെ മുന്നിൽ ഇവർ പ്രതിഷേധിക്കുകയാണ്. വീടിനുള്ളിലേക്ക് കയറാൻ തയ്യാറായിട്ടില്ല. അജ്മലിന്റെ പിതാവ് ഇപ്പോൾ 24-നോടൊപ്പം ചേരുന്നുണ്ട്. അപ്പൊ എന്താണ്, നിങ്ങൾ വീട്ടിലേക്ക് കയറുന്നില്ലേ? ഈ കറണ്ട് ലഭിക്കണം, അല്ലാതെ കയറുന്നില്ല എന്നാണോ? കയറിയിട്ട് പ്രയോജനമൊന്നുമില്ല. കറണ്ടില്ല, വെള്ളമില്ല, മരുന്ന് സൂക്ഷിക്കാനുള്ള കറണ്ടും ഇല്ല. അപ്പോൾ കയറിയിട്ട് ഒരു പ്രയോജനമൊന്നുമില്ല. അപ്പോൾ തൽക്കാലം പുറത്ത് നിൽക്കാം. ഈ മരുന്നൊക്കെ മുടങ്ങിയിട്ടുണ്ടോ ഈ ഫ്രീസർ ഇല്ലാതെ വന്നതോടെ? മുടങ്ങിയിട്ടുണ്ട്. ഹൃദ്രോഗത്തിനുള്ള മരുന്നൊക്കെയാണോ കഴിക്കുന്നത്? അപ്പോൾ എന്താ ആരോഗ്യ പ്രശ്നമുണ്ടല്ലേ? പ്രശ്നമുണ്ട്, ക്ഷീണമുണ്ട്. ഇതൊന്നും ഈ KSEB ഉദ്യോഗസ്ഥർ കണ്ടില്ലെന്നും അടിക്കുകയാണോ? അവിടെ ഞാൻ നേരത്തെ പറഞ്ഞതാ, എനിക്ക് സുഖമില്ല, ഇത് കട്ട് ചെയ്യില്ലേ. അവർ മോളിൽ നിന്നുള്ള ഓർഡറാണ്, അങ്ങനെ കട്ട് ചെയ്താ. ഈ ഏതെങ്കിലും ഈ നിലയിലുള്ള സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് ഇത്തരത്തിലുള്ള നടപടി എന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? അങ്ങനെ ആയിരിക്കണം. സമ്മതം അവിടെ സംസാരിക്കാൻ അജ്മലിന്റെ പിതാവിന് സംസാരിക്കാൻ ചില ബുദ്ധിമുട്ടുണ്ട്. ഇപ്പോൾ മാതാവ് ചേരുന്നുണ്ട്. എന്താണ് ഇനിയുള്ള തീരുമാനം? ഈ പ്രതിഷേധം ഇങ്ങനെ തന്നെ മുന്നോട്ട് കൊണ്ടുപോവുകയാണോ? കറണ്ട് കണക്ഷൻ കിട്ടുന്നവരെ ഞങ്ങൾ ഇങ്ങനെ ഈ തീരുമാനത്തോടു കൂടി മുന്നോട്ട് പോവുക. വൈകിട്ട് വരെ ഇപ്പോ കറണ്ട് ലഭിക്കുന്നവരെ ഞങ്ങളിപ്പോ വീടിന്റെ ഉള്ളിൽ കയറിയിട്ട് ഞങ്ങൾക്ക് ഒരു കാര്യങ്ങളും നടക്കില്ല. ഇവിടെ കിട്ടുമ്പോ ഈ പ്രകൃതിയിലുള്ള കാറ്റിനെ കിട്ടുമല്ലോ. അവിടെ കയറിയാൽ നമുക്ക് ഫാനും ഒന്നും വർക്ക് ചെയ്യാത്തോണ്ട് കറണ്ട് ഒന്നും ഉപയോഗിക്കാൻ പറ്റുന്നില്ലല്ലോ. അപ്പൊ അങ്ങോട്ട് കയറിയിട്ട് കാര്യമില്ല. ഞങ്ങൾ ഇവിടെ ഇരിക്കാന്നപ്പോ വിചാരിച്ച്. ഭക്ഷണവും വെള്ളവും മരുന്നും ഒക്കെ മുടങ്ങുന്ന ഒരു സാഹചര്യം ഇല്ലേ? ഭക്ഷണം മരുന്ന് ഇപ്പോ രാവിലത്തെ മരുന്ന് കഴിച്ചില്ല. അത് കഴിച്ചില്ല. അപ്പൊ ഇനി ആരെങ്കിലും വിട്ടിട്ട് കൊണ്ടൊരിപ്പിക്കണം. മരുന്ന് ഒക്കെ ഇങ്ങനെ ഇതായിപ്പോയി. ഭക്ഷണം ഇപ്പം ഞങ്ങൾ ഹോട്ടലിൽ നിന്ന് ഒരു പൊറോട്ട വാങ്ങി കഴിച്ച് പോകുന്നതാണ്. വെള്ളമാണ് ഇപ്പം കുപ്പി വെള്ളമാണ് ഉപയോഗിക്കണേ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടുത്തെ പൈപ്പൊക്കെ തുറന്നു നോക്കാം. ഞങ്ങൾ വെറുതെ പറയണതല്ലല്ലോ. കറണ്ട് ഇല്ലായിട്ട് ഞങ്ങൾ വളരെയധികം എല്ലാ നിലക്കും ക്ഷീണിതമായിരിക്കും. അതാ 2 ദിവസമായി ഇപ്പോൾ കുളിച്ചിട്ട് ഒരേ ഡ്രസ്സിൽ ഇങ്ങനെ നിൽക്കുക. അപ്പം ഞങ്ങൾക്ക് ഇതിന് എത്രയും പെട്ടെന്ന് തീരുമാനം വേണം. അതാ പറയാനുള്ളത്. ടി.കെ, അജ്മലിന്റെ മാതാവിന്റെയും പിതാവിന്റെയും പ്രതികരണമാണ് കണ്ടത്. വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാതെ പ്രതിഷേധത്തിൽ നിന്നും പിന്നോട്ടില്ല. ഇതേ നിലയിൽ വീടിന്റെ മുന്നിൽ പ്രതിഷേധവുമായി മുന്നോട്ട് പോകാനാണ് നിലവിൽ തീരുമാനം. ടി.കെ. രാഹുൽ, ഈ വൈദ്യുതി ഇന്ന് പുനഃസ്ഥാപിച്ച് നൽകാനുള്ള എന്തെങ്കിലും സാധ്യതയുണ്ടോ രാഹുൽ? വൈദ്യുതി വകുപ്പുമായി ബന്ധപ്പെടുമ്പോൾ, ഇവിടുത്തെ തിരുവമ്പാടി സെക്ഷനുമായി ബന്ധപ്പെടുമ്പോൾ നിലവിൽ അത്തരത്തിലുള്ള തീരുമാനം വന്നിട്ടില്ല. മുകളിൽ നിന്നും KSEBയുടെ മുതിർന്ന ഉദ്യോഗ തലത്തിൽ നിന്നും അത്തരത്തിലുള്ള ഉത്തരവ് ലഭിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. അത്തരത്തിൽ അറിയിപ്പ് ലഭിച്ചാൽ മാത്രമാണ് ഇന്ന് വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാൻ കഴിയുകയുള്ളൂ. ഇന്ന് ഞായറാഴ്ചയാണ്, അതുകൊണ്ട് ചില ഓഫീസുകൾ പ്രവർത്തിക്കുന്നില്ല. അതുകൊണ്ട് ഈ ഉത്തരവ് ഇറങ്ങുന്നതിന് ചില തടസ്സങ്ങളുണ്ട് എന്നാണ് അവർ പറയുന്നത്. അതുകൊണ്ട് മന്ത്രി ഇന്ന് ഈ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കുമെന്ന് വാക്കാൽ ഉറപ്പ് നൽകിയെങ്കിലും അത് സംബന്ധിച്ച് തിരുവമ്പാടി KSEB ഓഫീസിൽ ഒരു ഉത്തരവ് ലഭിച്ചിട്ടില്ല. ആ ഉത്തരവ് ലഭിക്കാത്ത പക്ഷം അവർക്ക് ആ നടപടികളിലേക്ക് കടക്കാനാകില്ല എന്നാണ് നമ്മൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. ശരി, രാഹുൽ സുരേഷ് ആ വീട്ടിൽ നിന്ന് വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. വൈദ്യുതി പുനഃസ്ഥാപിക്കാൻ തയ്യാറാണ്, പക്ഷേ ഇനി അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവില്ല എന്നുള്ള ഉറപ്പ് കുടുംബം നൽകണം എന്ന് ആവർത്തിച്ച് വ്യക്തമാക്കുന്നുണ്ട് വൈദ്യുതി മന്ത്രി. വീട്ടിലേക്ക് കയറാതെ വീടിന് മുമ്പിൽ പ്രതിഷേധം തുടരുകയാണ് അജ്മലിൻ്റെ മാതാപിതാക്കൾ.